രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. മന്ത്രിമാരായി KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിലാണ് ചടങ്ങ് നടക്കുന്നത്. മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷണിക്കപ്പെട്ട സദസ്സാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനിടയിലും ചില കല്ലുകടികൾ ദൃശ്യമായിരുന്നു. രാജ്ഭവനിൽ ആദ്യം എത്തുന്നത് സ്വാഭാവികമായും ഗവർണറായിരിക്കുമല്ലോ. സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആദ്യം എത്തുന്നതും ഗവർണർ തന്നെയായിരിക്കും. അതിനുശേഷമാണ് മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രി അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെ മുഖ്യമന്ത്രി കടന്നു വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഗവർണർ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യണം. അത് സാധാരണ നടപടിക്രമമാണ്. എത്ര ശത്രുവാണെങ്കിലും അവിടെ നടക്കുന്നത് ഒരു ഭരണഘടന ഉത്തരവാദിത്വം നിർവഹിക്കലാണ്. ഗവർണറുടെ ഭരണഘടന ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന് വെച്ചാൽ ആ ചടങ്ങിൽ പാലിക്കേണ്ട കീഴ്വഴക്കങ്ങളുണ്ട്. ആ ചടങ്ങിൽ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാതെ ഇരുന്ന ഗവർണറെയാണ് നാം കണ്ടത്. മുഖ്യമന്ത്രി ഇടയ്ക്ക് ഗവർണറോട് സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു മുഖത്ത് പോലും നോക്കാതെ, മുഖ്യമന്ത്രിയെ ഏതെങ്കിലും സമയത്ത് മുഖാമുഖം കാണേണ്ടി വരുമ്പോൾ അത് മുഖം തിരിച്ച് നടന്നു പോകുന്ന ഗവർണറെ നാം കണ്ടു. ഏറ്റവും ഒടുവിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കുന്നില്ല. മുഖ്യമന്ത്രിയെ അവഗണിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നാം കണ്ടു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് അപമര്യാദയായി ഗവർണർ പെരുമാറി എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്ഭവനിലെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കുക എന്ന മാന്യമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കീഴ്വഴക്കം ലംഘിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി എന്നതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ചായ സൽക്കാരം നടക്കും. എല്ലാ മന്ത്രിമാരും ചായ സൽക്കാരത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കും, ഗവർണർ പങ്കെടുക്കും. ഗവർണറാണ് ചായ സൽക്കാരം ഒരുക്കുന്നത്. അതുകൊണ്ട് ഗവർണർ ആ ചായ സൽക്കാരത്തിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്യും. അതിൽ പങ്കെടുക്കുന്നവരെ സ്വീകരിക്കാനും അവരെ യാത്രയയക്കാനും ഗവർണർ മുൻകൈ എടുക്കേണ്ടതാണ്. പക്ഷേ അത്തരമൊരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഭൂരിപക്ഷം മന്ത്രിമാരും തീരുമാനിച്ചു. പുതിയ മന്ത്രിമാർ അവർ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തേ തീരും. അത് കീഴ്വഴക്കമാണ്. അതുകൊണ്ട് പുതിയ മന്ത്രിമാർ പങ്കെടുത്തു. കൂടെ മന്ത്രി AK ശശീന്ദ്രനും പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് എല്ലാ മന്ത്രിമാരും ചായ സൽക്കാരം ബഹിഷ്കരിച്ചു. ആദ്യം പുറത്തിറങ്ങിയത്, ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ ആദ്യം രാജ്ഭവൻ വിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. തൊട്ടുപിറകെ മന്ത്രിമാർ ഓരോരാളായി രാജ്ഭവൻ വിടുകയും ചെയ്തു. ചുമതലയുണ്ടായിരുന്ന AK ശശീന്ദ്രൻ മാത്രം രാജ്ഭവനിൽ തുടർന്നു. പുതിയ മന്ത്രിമാരും രാജ്ഭവനിൽ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട്. സ്പീക്കർ AM ഷംസീർ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹവും ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ നേരത്തെ തന്നെ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്ന, അതിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഭാഗവും കൂടിയാണോ സ്പീക്കർ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങിയത് എന്ന ചോദ്യവും ഇതിനകം ഉയരുന്നുണ്ട്. ഇതോടൊപ്പം പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന്, തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനെ ഇത്തവണ നൽകുന്നില്ല എന്നാണ്. കഴിഞ്ഞ തവണ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തത് കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ രാജിവെച്ചതിനെ തുടർന്നാണ്. അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്നത് തുറമുഖ വകുപ്പാണ്. എന്നാൽ തുറമുഖ വകുപ്പ് കേരളത്തിൽ ഇന്ന് ഏറെ പ്രാധാന്യമുള്ള വകുപ്പായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPIM ആ വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന് നൽകി എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. VN വാസവന്റെ വകുപ്പായ രജിസ്ട്രേഷൻ വകുപ്പ് പകരമായി കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം, തുറമുഖ വകുപ്പ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വകുപ്പായി മാറിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം വരുന്ന ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വലിയ വികസന പദ്ധതികളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് വിഴിഞ്ഞത്തും തിരുവനന്തപുരം ജില്ലയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യത്തക്ക രൂപത്തിൽ CPIM തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യണം, വകുപ്പ് ഏറ്റെടുക്കണം എന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. VN വാസവനായിരിക്കും തുറമുഖ വകുപ്പ് മന്ത്രി. പകരം രജിസ്ട്രേഷൻ വകുപ്പ്, VN വാസവന്റെ കയ്യിലുള്ള രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനെ നൽകും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞു. രണ്ട് മന്ത്രിമാർ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രിയും ഗവർണറും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഇനിയും രൂക്ഷമായി തുടരുക തന്നെ ചെയ്യും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ.
ഗവർണറുടെ ഇന്നത്തെ നിലപാട് മഞ്ഞുരുകും എന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് രണ്ടുപേരും കാണുക, കണ്ടാൽ എന്താണ് സംസാരിക്കുക എന്നൊക്കെയുള്ള ചർച്ചകൾ സ്വാഭാവികമായും ഉയർന്നു വന്നിരുന്നു. എന്നാൽ മഞ്ഞുരുക്കില്ല എന്ന നിലപാടിൽ ഗവർണർ എത്തി എന്നാണ് അദ്ദേഹത്തിന്റെ ചേഷ്ടകൾ, അങ്ങനെ തന്നെ പറയണം, ചേഷ്ടകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. മുഖാമുഖം നിന്നിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഗവർണറെ ആണ് നാം കണ്ടത്. അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സമരം, സർക്കാരോട് നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന സൂചനയാണ് നൽകുന്നത്. സർക്കാരും അതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയെ വീണ്ടും സർക്കാർ സമീപിച്ചത്. വീണ്ടും സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച ദിവസം തന്നെയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കുന്നത് എന്നതും ഗവർണറെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകണം. അതിനെല്ലാം ഒരു വികാര പ്രകടനമായിരിക്കണം ചിലപ്പോൾ ഗവർണർ കാട്ടിയത് എന്നും പറയുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി മുഖാമുഖം കാണുകയും ഒരേ ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പാലിക്കേണ്ടിയിരുന്ന മാന്യമായ ഒരു പെരുമാറ്റം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ആ ചടങ്ങ് വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭ ഒന്നടങ്കം ഗവർണറുടെ ചായ സൽക്കാരം ബഹിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യം പുറത്തേക്ക് പോയത്, ചായ സൽക്കാരം ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയാണ് പുറത്തേക്ക് പോയത്. അതിനുശേഷം മന്ത്രിമാരെല്ലാവരും പുറത്തേക്ക് പോകുന്നതും നാം കണ്ടതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ സമരം, ഈ മുഖാമുഖത്ത് നിന്നുള്ള ഈ നീക്കങ്ങൾ ഇനിയും തുടരും. മഞ്ഞുരുകുന്ന ലക്ഷണമേ കാണുന്നില്ല എന്ന് വേണം കരുതാൻ.